ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനക്സ് ടെക്നോളജീസ്. ഇന്ന് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ AI ഒരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് AI വെച്ച് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് റെക്കഗ്നേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഹാൻഡ് റിട്ടൺ ഡീറ്റെയിൽ റെക്കഗ്നേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. അതായത് നമ്മൾ ഒരു നമ്പർ എഴുതും. നമ്മൾ എല്ലായിടത്തും ഫോം ഫില്ല് ചെയ്യും, ബാങ്കിൽ പോകുമ്പോൾ ഫില്ല് ചെയ്യും, സ്കൂളിൽ പോകുമ്പോൾ ഫില്ല് ചെയ്യും, എക്സാമിന് നമ്മൾ നമ്പർ ഫില്ല് ചെയ്യും. OMR ഷീറ്റില് പല എക്സാംസ്, നമ്മൾ ഗവൺമെന്റ് എക്സാംസ്, UPSC, PSC അങ്ങനത്തെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ നമ്പറുകൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യം വരും. നമ്മുടെ കമ്പ്യൂട്ടറിന് നമ്മൾ അത് സ്കാൻ ചെയ്ത് നമ്മൾ ഈ നമ്പറുകൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യേണ്ടി വരും. ഓരോരുത്തരും നമ്പറുകൾ ഇടുന്ന ഓരോ സ്റ്റൈലിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു ഫോർമാറ്റ് 1 തൊട്ട് 9 വരെ എഴുതാനുണ്ട്, 0 to 9 എഴുതാനുണ്ടെങ്കിലും ആൾക്കാർ ആ നമ്പറുകൾ അവരുടെ സൗകര്യപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിയൊക്കെ എഴുതാറുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ നമ്മളും എഴുതാറുണ്ട്. ഇപ്പോ അങ്ങനെ എഴുതി കൊടുക്കുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തെടുക്കാന്നുള്ള ഒരാളുടെ ഫോം ഫില്ല് ചെയ്യുന്നത് പോയാൽ നമുക്ക് ആളെ തിരിച്ച് വിളിച്ചു വരുത്തി ആ നമ്പർ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമുക്ക് അല്ലാതെ നമുക്ക് ഏത് ഹെൽപ്പോടെ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, നമ്പർ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻസ് പറയാം. ഫസ്റ്റ് വന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്. നമ്മൾ ബാങ്കുകളിൽ പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബാങ്കിൽ പോയി നമ്മൾ ചെക്കിൽ നമ്പർ എടുക്കും. ചെക്ക് പല ബാങ്കുകളിലും ചെക്ക് ഇപ്പോൾ ഒരു മെഷീനിലാണ് ഇടുന്നത്. ആ മെഷീൻ നമ്മൾ ചെക്ക് റീഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന ആ അക്കൗണ്ട് നമ്പർ, എമൗണ്ട് ഒക്കെ അതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക് ATM പോലെ തന്നെ ഒരു മെഷീനിലാണ് നമ്മൾ അവിടെ അത് കൊടുക്കുന്നത്. നമ്മൾ പോലും അറിയാം അതേപോലെ ടെക്നോളജി യൂസ് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്താണ് ആ നമ്പറുകളൊക്കെ അവിടെ റീഡ് ചെയ്യപ്പെടുന്നത്. ഫിനാൻസ് ഓക്കെ, ബാങ്കിൽ അപ്പൊ ചെക്ക് അങ്ങനെ ആ ഒരു മെഷീനിൽ ഇട്ട് ചെക്ക് റീഡ് ചെയ്ത് നമുക്ക് ചെക്ക് മാറുമ്പോൾ അവിടെ ആ സമയലാഭം ഉണ്ടാവും. ബാങ്കിന്റെ പ്രോസസ് നടക്കുന്ന സമയം മതി. മനുഷ്യ സഹജമായ എററുകൾ അവിടെ വരാൻ ചാൻസ് കുറവ് വരും. അങ്ങനെ കുറെ ആവശ്യങ്ങൾ അത് നമുക്ക് ഉണ്ടാവും, ആവശ്യങ്ങളല്ല ഉപയോഗങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിന്റെ നെക്സ്റ്റ് ഉപയോഗം വരുന്നത് എവിടെയാണെന്നറിയാവോ? പോസ്റ്റൽ സർവീസിലാണ്. പോസ്റ്റൽ സർവീസസ് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ പോസ്റ്റൽ സർവീസിൽ ആദ്യം നമ്മളൊരു പോസ്റ്റ് ഓഫീസ് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്ന 6 നമ്പേഴ്സ് ആ കൊടുക്കുന്നത്, പിൻകോഡ്സ്. ആ 6 നമ്പേഴ്സും ഓരോരുത്തർ ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡ് ചെയ്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അല്ലെങ്കിൽ മേലെ മുട്ടിയില്ല, 9 ആണ് മുട്ടിയില്ല, 4 ആണോ 9 ആണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ കുറെ സംഭവങ്ങൾ വരാറില്ല. അപ്പൊ ഈ നമ്പറുകൾ മാറിപ്പോയാൽ ആ ലെറ്റർ അല്ലെങ്കിൽ നമ്മൾ എന്താണോ പോസ്റ്റൽ വഴി സെൻഡ് ചെയ്യുന്നത് ആ സ്ഥലത്ത് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താതെ പോകും. അപ്പൊ ഈ AI ഉപയോഗിച്ചുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ച നമ്പർ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ ഈ എററുകളൊക്കെ വരാതിരിക്കാനും നമ്മുടെ എൻവലപ്പ് നമ്മൾ അയക്കുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷൻ എത്തും. പിന്നെ മൊബൈൽ ടാബ്ലറ്റ് ഇൻപുട്ട്, അതായത് നമ്മൾ ഇപ്പം കുറെ കീബോർഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഗൂഗിൾ കീബോർഡ് അല്ല, പല കീബോർഡ്സ് കീബോർഡ്സിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. എന്താ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ഒരു നമ്പറൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് എഴുതി കൊടുക്കുമ്പോൾ പേന വെച്ച് എഴുതുമ്പോൾ കൈ വെച്ച് എഴുതി കൊടുക്കാൻ പറ്റും. ചില ഫോണുകളിൽ അവരുടെ തന്നെ ഒരു പെന്നുണ്ട്, അത് വെച്ച് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോഴും ആ നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മുടെ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസിലും ടാബ്ലറ്റ്സിലും സ്മാർട്ട് ഫോൺസിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഡിജിറ്റൈസേഷൻ നമ്മൾ എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുക. ഡിജിറ്റൈസേഷൻ എല്ലാം നമ്മൾ പൈസ എല്ലാവരും ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയുള്ള ഡീറ്റെയിൽ മാർഗങ്ങളിൽ കൂടിയാണ് ഇപ്പൊ പൈസ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും. സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പിംഗ് നടത്തുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ ഡിജിറ്റൈസേഷന്റെ ഭാഗമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഹാൻഡ് റിട്ടൺ ഡീറ്റ്സിനെ നമുക്ക് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് നമ്മുടെ എക്സാം ഷീറ്റ്സ്, ഒരു ഓഫ്ലൈൻ എക്സാമില് നമ്മൾ നമ്പർ OMR ഷീറ്റ് എക്സാമിന് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. OMRൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് നമ്പർ നമ്മൾ നമ്പർ എഴുതി കൊടുത്തിട്ട് കൊടുക്കുന്നത്. ആ നമ്പറിനെ കറസ്പോണ്ട് ആയിട്ട് നമ്മുടെ സിസ്റ്റം അനലൈസ് ചെയ്ത് കറക്റ്റ് നമ്പർ നോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഡീറ്റെയിലി ആണ് നമ്മൾ OMR ഷീറ്റ് നോക്കുന്നത്, മാർക്ക് രേഖപ്പെടുത്തുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഫീസസില്, സ്കൂൾസില്, കോളേജിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്കൂൾസിലും കോളേജിലൊക്കെ ഇതിന്റെ ആവശ്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, ഈ നമ്പർ എവിടെ ഉപയോഗിക്കുന്നു, ഒരു ഹാൻഡ് റിട്ടൺ നമ്പർ എവിടെ എഴുതി ഉപയോഗിക്കുന്നു അവിടെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. ഈ ഹെൽത്ത് കെയർ സിസ്റ്റംസിലാണെങ്കിൽ അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മുടെ OP നമ്പറുകൾ, ഫയലുകളൊക്കെ എഴുതിയാ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. പണ്ടത്തെ ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഡീറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഡീറ്റലൈസ് ചെയ്യുമ്പോൾ OP നമ്പർ ഓരോ സ്റ്റാഫും ഓരോ രീതിയിലായിരിക്കും നമ്പർ എഴുതുന്നത്, എല്ലാവരും ഒരേ രീതിയിലായിരിക്കത്തില്ല എഴുതുന്നത്. അങ്ങനെ ഡീറ്റലൈസ് ചെയ്ത് എഴുതുന്നതിന് ഡീറ്റലൈസ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്പറുകൾക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാനും കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തെടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും. ഓക്കെ,
ഇനി ഇൻഡസ്ട്രിയൽ യൂസേഴ്സിലെ മെഷീൻ ലോഗ് എഴുതാൻ, എൻട്രീസ് എഴുതാൻ, ഓരോ സ്റ്റാഫും ഇപ്പം എന്താ ഡ്യൂട്ടി ഷിഫ്റ്റ് ആയിരിക്കും. ഒരാൾക്ക് ഉച്ചവരെ ഡ്യൂട്ടി ഉള്ളവർക്ക് അടുത്ത ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെയൊക്കെ. അപ്പൊ ഉച്ചവരെ എഴുതിയത് ചിലപ്പോൾ മറ്റേ ഉച്ച കഴിഞ്ഞ മനസ്സിലായില്ലെങ്കിൽ തന്നെ ആ ആളിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? അത് എന്താ ഈ സ്കൈപ്പ് നമുക്ക് റെക്കഗ്നേഷൻ കൊടുത്താൽ AI വെച്ച് നമുക്ക് ഈ ന്യൂറൽ നെറ്റ്വർക്ക് സഹായത്തോടെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നമ്പർ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം നമുക്ക് വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം RT ഓഫീസുകളിൽ നമ്മുടെ ഓരോ വണ്ടിക്ക് ഒരു രജിസ്റ്റർ നമ്പർ കൊടുത്ത് ആ രജിസ്റ്റർ നമ്പർ വെച്ചല്ലേ ആ വണ്ടി ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഫൈൻ അടയ്ക്കാൻ ഒരു ചെല്ലാൻ അടയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ഹാൻഡ് റിട്ടനായിട്ട് ആ പൈസ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ആ പൈസ എഴുതി കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ റെക്കഗ്നേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് വഴി കറക്റ്റ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് സമയം ലാഭവും ഹ്യൂമൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഡേറ്റ എൻട്രി ഓട്ടോമേഷൻ നമുക്കിത് വളരെയധികം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ AI സിസ്റ്റംസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഈ മേഖലകളിലൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂറൽ നെറ്റ്വർക്സിനെ വെച്ച് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇതുമൂലം നമുക്ക് ചെക്ക് റീഡിംഗ് സിസ്റ്റം, ഡോക്യുമെന്റേഷൻ AI വിഷൻ അപ്രോച്ച്, ഇതൊക്കെ നമുക്ക് അല്ലെങ്കിൽ AI വിഷൻ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ സിസ്റ്റം ചെയ്യുന്നതിന് ആവശ്യമായ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആ കോഡിനെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ചെയ്തേക്കുന്നത് പൈച്ചാമിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഏതൊക്കെ ലൈബ്രറീസ് അതിനുവേണ്ടി ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ ടെൻസർഫ്ലോ, കെരാർ, മാറ്റ്പ്ലോട്ട് ലൈബ്രറിയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ടെൻസർഫ്ലോ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കോഡിൽ നമ്മൾ അതിന്റെ ബ്രെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കെരാസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. എന്താ നമ്മൾ ഈ ബ്രെയിൻ നമ്മൾ ടെൻസർഫ്ലോ മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഒരു ടൂളാണ്. നെക്സ്റ്റ് മാറ്റ്പ്ലോട്ട് ലാബ് എന്ന് പറയുന്നത് ഐസ് നമ്മളിത് പറയും. പക്ഷെ അത് ഐസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഐസ് നമ്മൾ തന്നെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡ് MNIST ഡേറ്റ സെറ്റാ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റഡ് ഡിജിറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ എഴുതിയ ഡിജിറ്റ്സ് ഉണ്ടല്ലോ, നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റെപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടുത്തെ കൊടുക്കുമ്പോൾ ഓരോ ഇമേജ് 28x28 പിക്സൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 60,000 ട്രെയിനിങ് ഇമേജസും 10,000 ടെസ്റ്റിംഗ് ഇമേജസും ഇവിടെ ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെ കിട്ടിയതിന് നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യണം. നമ്മൾ എടുത്ത ഇമേജിന് നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസ് ചെയ്യണം അടുത്ത സ്റ്റെപ്പില്. ഓക്കെ, നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് അറിയാവോ? അതിനെ ഡിവൈഡ് ചെയ്യും. 255 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പിക്സൽ വാല്യൂസിനെ 255 വെച്ച് ഡിവൈഡ് ചെയ്യും. പിക്സൽ വാല്യൂസ് 0 to 255 വരെ ആയിരിക്കുള്ളൂ. അതിന് നമ്മൾ 255 ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, അത് 0 to 1 ബിറ്റ്വീൻ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്നറിയാവോ? നമ്മുടെ സിസ്റ്റത്തിന്റെ സ്പീഡ് ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാണ് നമ്മളിവിടെ ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ബിൽഡ് ന്യൂറൽ സ്റ്റെപ്പ് 12 തൊട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 ലെയറാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. നമ്മൾ ഈ ലേയേഴ്സിനെ പറ്റിയൊക്കെ വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് ലെയറിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അവിടെ ഒരു ഫ്ലാറ്റൻ ലെയർ ഉണ്ടാക്കും. അതായത് നമ്മുടെ ഇമേജിനെ 28x28 സൈസിലുള്ള ഇമേജ് നമ്മൾ 784 പിക്സൽസ് ആയിട്ട് നമ്മൾ ആക്കിയിട്ട് ആ ന്യൂട്രൽ നെറ്റ്വർക്കിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് അതിനെ നമ്മൾ മാറ്റും. എന്നിട്ട് ഹിഡൻ ലെയറിൽ എന്താ ഉള്ളതെന്ന് അറിയോ? അവിടെ 128 ന്യൂറോൺസ് ഉണ്ട്. ഹിഡൻ ലെയറിൽ എന്താ ഉണ്ട്? 128 ന്യൂറോൺസ് ഉണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂസിൽ റിമൂവ് ചെയ്തതിനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. f(x) മാക്സിമം 0(x) എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഔട്ട്പുട്ട് ലെയറിൽ നമുക്ക് 10 ന്യൂറോൺസ് ആണല്ലോ. കാരണം നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാ? 0 to 9 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ നമ്പർ ഐഡന്റിഫൈ ചെയ്യും. അവിടെ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും നമ്മുടെ പ്രഡിക്റ്റഡ് വാല്യൂ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഡൽ ട്രെയിൻ ചെയ്ത് നമുക്ക് ആക്യുറസി ഒക്കെ നോക്കി ഒരു കറക്റ്റ് ഡിജിറ്റോടെ പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമേജ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിക്കും. മാറ്റ്പ്ലോട്ട് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കും. അപ്പൊ നമുക്ക് ഈ കോഡ് റൺ ചെയ്ത് നോക്കിയാലോ?
അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ നമ്പർ ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആക്യുറസിയും ലോസും ഒക്കെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കണ്ടോ, നമ്മുടെ നമ്പർ ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് വന്നുണ്ടോ? നമ്മുടെ നമ്പർ എത്രയാ? 7 ആയിരുന്നു നമ്മൾ റീഡ് ചെയ്യാൻ കൊടുത്തത് നമ്പർ. കണ്ടോ, പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് 7 വന്നേക്കുന്നുണ്ടോ? 7 ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ ഒരാൾ 7 ഏതോ ഫോർമാറ്റിൽ എഴുതി. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അത് ബാങ്കിൽ പോയപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ എഴുതി, ഇപ്പൊ 7 ആയില്ലേ, പക്ഷെ ആ ബാങ്കിൽ ഇരുന്ന ഉദ്യോഗസ്ഥൻ അല്ല ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലായില്ല. അപ്പൊ ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? എയുടെ ഹെൽപ്പോടെ, ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഹെൽപ്പോടെ എന്ത് ചെയ്തു? ആ നമ്പറിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഹാൻഡ് റിട്ടൺ ഡിജിറ്റ് റെക്കഗ്നേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്തിട്ട് ആ നമ്പറിനെ ഐഡന്റിഫൈ ചെയ്തു. നമ്പർ 7 കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാമും ഇതിന്റെ ആപ്ലിക്കേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എയുടെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ തൊഴിലിന്റെ ഒക്കെ ഭാഗമാക്കുക. നിങ്ങളുടെ തൊഴിലിനെ എളുപ്പമാക്കാനും നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.